തീർച്ചയായും ശ്രീ ഷൈബു മഠത്തിൽ ഇവിടെ നമ്മൾ നിർഭയ പ്രക്ഷോഭം നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദന. നിർഭയയ്ക്ക് സംഭവിച്ചത് അന്ന് ഡൽഹി ഭരിച്ചത് ഷീലാ ദീക്ഷിതാണ്, വനിതാ മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം ഈ പ്രക്ഷോഭം വലിയതോതിൽ ആളിപ്പടർന്നു. പിന്നീട് ഷീലാ ദീക്ഷിത്തിനെ നമ്മൾ ആ പദത്തിൽ, ഒരു അധികാര സ്ഥാനത്ത്, മുഖ്യമന്ത്രി പദത്തിൽ പിന്നീട് കണ്ടിട്ടില്ല. മമത എത്ര വർഷമായി അവിടുത്തെ കിരീടം വെക്കാത്ത രാജകുമാരിയായി അവിടെ ഭരിക്കുന്നു. പക്ഷേ അക്രമ സംഭവങ്ങൾക്കോ ഈ ക്രമസമാധാന രംഗത്തെ പ്രശ്നങ്ങൾക്കോ ഒന്നും ബംഗാളിൽ ഒരു കുറവുമില്ല. ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതിപ്പോൾ CPM ഭരിച്ചാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മമതാ ബാനർജി ഭരിച്ചാലും ഒക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. അവിടെയാണ് ഈ മമതാ ബാനർജിയെ പോലൊരാൾക്ക് നേരത്തെ തള്ളിപ്പറഞ്ഞ പല കാര്യങ്ങളും അംഗീകരിക്കേണ്ടി വരുന്നു. അവരുടെ തെറ്റ് അവർക്ക് വൈകിയെങ്കിലും മനസ്സിലാക്കേണ്ട പശ്ചാത്തലം വരുന്നു, പ്രതിരോധത്തിലാകുന്നു. ഇവിടെ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത് വൈകിയാണ്. നമുക്കറിയാം, അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അവരെ ഈ പറഞ്ഞതുപോലെ ഒരു പരിധിവരെ അവർക്കെതിരെ സംസാരിക്കാൻ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാത്ത പശ്ചാത്തലമുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാലും ഇപ്പോൾ 2 ഡോക്ടർമാർ നമ്മളോട് വന്ന് പറഞ്ഞ കാര്യമുണ്ട്. സമൂഹത്തിൻ്റെ മുന്നിൽ, മനസാക്ഷിക്ക് മുന്നിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ സംരക്ഷിക്കണം. ഈ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അവരുടെ സുരക്ഷിതത്വം. അവരുടെ മാത്രമല്ല, സ്ത്രീ സുരക്ഷിതത്വം എന്നുള്ളത്. പിന്നീട് ഇതൊക്കെ മറക്കുന്നു. സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ, വലിയ ചർച്ചയാകുമ്പോൾ മാത്രം വീണ്ടും പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും ഉണ്ടാകുന്നു. ഭരണകൂടം ഒന്ന് കണ്ണു തുറക്കുന്നു, വീണ്ടും ആ കണ്ണുകൾ അടയുന്നു. അതല്ലേ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കൂ രഞ്ജിത്ത്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2012 നിർഭയ സംഭവം അത് ഇന്ത്യയിലെ രാഷ്ട്രീയമായി തന്നെ പൊളിറ്റിക്കലായി ഒരുപക്ഷെ അന്നത്തെ UPA സർക്കാരിൻ്റെ പതനത്തിലേക്ക് വരെ നയിച്ച കാരണങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. അതുപോലെ ആം ആദ്മി പാർട്ടി സർക്കാർ വരാനും കാരണമായി ഡൽഹിയിൽ. അതുകൂടാതെ പൊളിറ്റിക്കലായി മാത്രമല്ല, ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളിൽ വലിയ തോതിലുള്ള അമെൻമെൻറ്റ് വരുത്താൻ, ഈ റേപ്പ് കേസിലുള്ള ശിക്ഷ കടുപ്പിക്കാനും, പിന്നീട് ആ നിർഭയ കേസിൽ ഒരു മൈനർ ഉൾപ്പെട്ടിരുന്നു. മൈനറിൻ്റെ വിഷയത്തിൽ പിന്നെ ഒരു 2 വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു അമെൻമെൻ്റ് ഉണ്ടായി. അങ്ങനെയുള്ള അമെൻമെൻറ്റുകൾ വരാൻ കാരണമായി ആ സംഭവം. അതുപോലെ തന്നെ അതിന് സമാനമായി ഈ സംഭവത്തിലും, കൊൽക്കത്തയിലെ ഈ സംഭവം പുതിയ നിയമനിർമ്മാണം ഉണ്ടാവാൻ കാരണമാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഡോക്ടർമാർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങളുണ്ട് സൂചിപ്പിക്കാൻ. കേരളത്തിലൊക്കെ പൊതുവെ പല ആശുപത്രികളിലും ഈ മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം, ഡോക്ടർമാരിൽ നിന്നുണ്ടാകുന്ന നെഗ്ലിജൻസ് അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ മൂലം രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ പ്രതിഷേധിക്കാറുണ്ട്. അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അത് വേറെയാണ്. നമ്മൾ ഈ സംഭവത്തിനെ തീർത്തും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണണം. തീർച്ചയായും ഡോക്ടർമാരുടെയും മറ്റ് ഹെൽത്ത് വർക്കേഴ്സിൻ്റെയും ആശുപത്രി ജീവനക്കാരുടെയും ഒക്കെ സുരക്ഷിതത്വത്തിന് നിയമനിർമ്മാണം ആവശ്യമാണ്, സംശയമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പക്ഷേ RG കർ ആശുപത്രിയിൽ നടന്ന സംഭവം, അവിടെ ഇനി അഥവാ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ നിയമം ആ കുട്ടിയെ സംരക്ഷിക്കുമോ നമുക്ക് സംശയമാണ്. അവിടെ PG ഡോക്ടറാണ്. അവർ രണ്ടാം വർഷം അവിടെ ട്രെയിനിങ്ങിലാണ്. അവർ രാത്രി നൈറ്റ് ഷിഫ്റ്റിന് ശേഷം 2 മണിക്ക് ജോലി പൂർത്തിയാക്കിയ ശേഷം, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വിശ്രമിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ സെമിനാർ ഹാളിൽ വന്ന് വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു. അവിടെ വെച്ചാണ് അവർ ആക്രമിക്കപ്പെട്ടത്. വളരെ പാരമ്പര്യമുള്ള വലിയ ഒരു ആശുപത്രിയാണ്, ഒരു ടീച്ചിങ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ രാത്രി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയായ ഡോക്ടർക്ക് വിശ്രമിക്കാൻ അവിടെ സൗകര്യമില്ലാത്ത സ്ഥിതി ഉണ്ടാവുക. ഈ കാര്യങ്ങൾക്ക് സത്യത്തിൽ ഈ ഡോക്ടർമാരുടെക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തിനപ്പുറം സംസ്ഥാന തലത്തിൽ ഇക്കാര്യത്തിൽ റൂൾസ് ഉണ്ടാവേണ്ടതുണ്ട്. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന് മേലെ സംസ്ഥാന സർക്കാരിന് അധികാരങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളിൽ വലിയ വീഴ്ച ആ ആശുപത്രിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം, ഈ ക്രൈം നടന്നതിന് ശേഷം പിന്നീട് ഉണ്ടായത് പോലീസും അവിടുത്തെ സംസ്ഥാന സർക്കാരും അത് മാനേജ് ചെയ്തതിലെ പ്രശ്നമാണ്. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ താമസിക്കുന്നു. പോലീസ് പ്രതികളെ ഇതുവരെ ആകെ ഒരു പ്രതിയാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും മറ്റും ഡീറ്റെയിൽസ് വരുന്നു. ഒന്നിലധികം പേര് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ തക്കവണ്ണം നമ്മൾ എവിഡൻസസ് വരുന്നു. അപ്പോൾ പിന്നീടാണ് CBIക്ക് കൈമാറുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തെളിവ് നശിപ്പിക്കാൻ ശ്രമമുണ്ടായി എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അപ്പം പിന്നെ അവിടെ ഈ ആശുപത്രിയുടെ മേധാവിയെ മാറ്റുന്നു, ആ സ്ഥാനത്തു നിന്ന് മാറ്റുന്നു. അതിനുശേഷം അയാൾക്ക് മറ്റൊരു സ്ഥലത്ത് അപ്പോയിൻമെന്റ് കൊടുക്കുന്നു. അപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന്, ആശുപത്രിയുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ മേലെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് ഇതിനപ്പുറം എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പ്രതികളെ പിടികൂടിയിട്ടില്ല. ഇപ്പൊ 20 പേരെയോ മറ്റും CBI ബുക്ക് ചെയ്തിട്ടുണ്ട്, പ്രതി ചേർത്തിട്ടുണ്ടോ എന്ന് പറയപ്പെടുന്നു. പക്ഷേ നമ്മൾ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നാളെ
ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ആവർത്തിക്കാവുന്ന, ബംഗാളിൽ മാത്രമല്ല. ബംഗാളിൽ ഒരു പ്രശ്നമുണ്ട്. താങ്കളും ശ്രീ ദേവരാജനൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യം ശരി തന്നെയാണ്. കാരണം ബംഗാള് ദീർഘകാലം CPM ഭരിച്ച, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ഒരു നാടാണ്. അവിടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ സംഗതി, സർക്കാരുകൾക്കുള്ള അക്കൗണ്ടബിലിറ്റി വളരെ കുറവായ ഒരു സ്ഥലമാണ്. ഇപ്പം മമതാ ബാനർജിയുടെ കീഴിലും ഏതാണ്ട് ആ കേഡർ തരത്തിലുള്ള പാർട്ടി ഭരണമാണ് അവിടെ നടക്കുന്നത്. അപ്പം അത് അവിടുത്തെ ഒരു സവിശേഷ പ്രശ്നം. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, മലയാളികൾ ഒരുപാട് പേർ ഡോക്ടർമാരായി പല സംസ്ഥാനങ്ങളിലും വിദേശത്തും ജോലി ചെയ്യുന്നുണ്ട്. അതിലും എത്രയോ ഇരട്ടി ആളുകൾ നഴ്സുമാരായി കൽക്കട്ടയിൽ ഉൾപ്പെടെ, അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ബ്രിട്ടനിലൊക്കെ എത്ര ഡോക്ടർമാരും എത്ര നഴ്സുമാരുമാണ് കുടിയേറുന്നത്. നമ്മളെ ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് നമ്മളെ കൂടിയാണ്, മലയാളികളെയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചാൽ സർക്കാരുകൾ അതിന് എന്ത് പ്രാധാന്യം കൊടുക്കും, എങ്ങനെ കൈകാര്യം ചെയ്യും? സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇനി നീതി ലഭിക്കുക സാധ്യമല്ല. പിന്നെ ഇനി ഉള്ളത് നമുക്ക് ചെയ്യാനുള്ളത് സമൂഹം എന്നുള്ള നിലയ്ക്ക് പെനാൽറ്റിയാണ്, പ്രതികാരമാണ്. പക്ഷേ ഇനി ഒരാൾക്കും ഇതുപോലെ സംഭവിക്കരുതെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഹോസ്പിറ്റലുകളുടെ അഡ്മിനിസ്ട്രേഷനിലും ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാരുടെ കാര്യത്തിലും എന്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമ്മുടെ സിസ്റ്റമിക്കായ മാറ്റങ്ങളിലൂടെ, സിസ്റ്റത്തിലൂടെ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി ഇക്കാര്യത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സ്റ്റെപ്പാണ്. പക്ഷേ ഇത് ആദ്യത്തേതല്ല. നേരത്തെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനു മുമ്പ് ഒരു നിയമനിർമ്മാണത്തിന് ഒരു അറ്റംപ്റ്റ് നടന്നിരുന്നു. അത് പൂർത്തിയായിട്ടില്ല. പിന്നെ അത് ബില്ലായി പാർലമെന്റിൽ എത്തിയില്ല. ഇതിനു മുമ്പ് കമ്മിറ്റികളുണ്ടായി. നമ്മളീ പറയുന്ന 2012 കേസ് തുടങ്ങി ഉള്ള സംഭവങ്ങൾക്ക് ശേഷം പലവിധ കമ്മിറ്റികളുണ്ടായി. ഞാൻ പറഞ്ഞു മാറ്റങ്ങളൊന്നും വന്നില്ല എന്നല്ല. ക്രിമിനൽ നടപടി ചട്ടങ്ങളിൽ ഉൾപ്പെടെ, ക്രിമിനൽ നിയമങ്ങളിൽ ഉൾപ്പെടെ, ഇന്ത്യൻ പീനൽ കോഡിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഇന്നിപ്പോ BNS-ലേക്കും ഭാരതീയ ന്യായ സംഹിതയിലേക്കും ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലും അതിശക്തമായ നിയമം ഈ വന്ദനാദാസിന്റെ വിഷയമൊക്കെ ഉണ്ടായതിനു ശേഷവും അതിന് മുൻപും ഒക്കെ ഉണ്ട്. പക്ഷെ നടപ്പിലാക്കേണ്ടവർ ആരാണ് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇവിടെ ബംഗാളിൽ തന്നെ നോക്കൂ, അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുക്കുന്നു. കൂട്ടബലാത്സംഗം എന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്ന സ്ഥലത്ത് ഒരാൾ മാത്രമാണ് പ്രതിയെന്ന് ഭരണകൂടം മുൻവിധിയോടെ സമീപിക്കുന്നു. ഈ ബന്ധുക്കളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇത്തരം സംഭവങ്ങളെ ഒരു ഭരണകൂടത്തിന് എതിരാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അതിപ്പോൾ ഏത് കാലത്തും സംഭവിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മോട് സംസാരിച്ച പ്രധാനപ്പെട്ട 2 ഡോക്ടർമാർ പറഞ്ഞു വെച്ചത്. അഞ്ജലി കൃഷ്ണയും ഹഫാദും അടക്കം പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾക്ക് നീതി വേണം, ഈ സമൂഹം ബോധ്യപ്പെടണം, ഞങ്ങൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷം, ഞങ്ങൾ ഇടപെടുന്ന ആളുകളെ കുറിച്ച് ബോധ്യം വേണം, ഞങ്ങൾക്കെതിരെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കാമെന്ന് അവർ വിളിച്ചു പറയുകയാണ് വീണ്ടും വീണ്ടും. അതെ രഞ്ജിത്ത്, ഇവിടെ ഞാൻ പറഞ്ഞ നിയമം കൊണ്ട് നമുക്ക് തടയാൻ പറ്റുന്നത്, നിയമം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചില മുൻകരുതലുകൾ ഉണ്ടാക്കുക, ആശുപത്രികളിൽ ചില സൗകര്യങ്ങൾ നിഷ്കർഷിക്കുക. ഇപ്പോൾ PG ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, നഴ്സുമാർക്ക്, മറ്റ് സ്റ്റാഫിനൊക്കെ വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടാവണമെന്ന് ഉറപ്പുവരുത്തുക. അവിടെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അവിടെ സന്നദ്ധ പ്രവർത്തകനായിട്ടൊക്കെ വരുന്നയാളാണ്, അവിടുത്തെ സ്റ്റാഫല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പം അത്തരം ആളുകളുടെ എൻട്രി റെസ്ട്രിക്ട് ചെയ്യലും രാത്രികാലങ്ങളിലെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിയമത്തിലൂടെ. നിയമം മാത്രം പോരാ, അത് നിയമം ഓവർസീ ചെയ്ത് അത് എൻഫോഴ്സ് ചെയ്യാൻ, ഇപ്പം സ്വകാര്യ മെഡിക്കൽ കോളേജിലാണെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ സർക്കാരിന്റെ സംവിധാനവും സർക്കാരിന്റെ ഓവർസീയിങ്ങും കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അതൊരു വശം. മറുവശത്ത് നമ്മുടെ ക്രിമിനൽ നിയമം ശക്തമാണ്. 2012 കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം, മുൻപ് ക്രിമിനൽ നിയമങ്ങളിൽ ഇക്കാര്യത്തിൽ ദൗർബല്യം ഉണ്ടായിരുന്നു. അന്നൊരു വാദം കൂടി ഉണ്ടായിരുന്നു, നമ്മളത് ഓർക്കണം. മുൻപ് ബലാത്സംഗത്തിന്റെ ശിക്ഷ വധശിക്ഷയായി മാറ്റിയാൽ വിക്ടിമിനെ ഇല്ലാതാക്കാൻ, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വിക്ടിമിനെ ഇല്ലാതാക്കാൻ കൊലപാതകത്തിലേക്ക് നയിക്കും എന്നൊരു വാദം പോലും വന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ പോലും വന്നു. എന്റെ പോയിന്റ്, പക്ഷേ അതിനുശേഷം നിയമങ്ങൾ കുറേയേറെ കർശനമാക്കപ്പെട്ടു. അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പോരാ. കാരണം നിയമം കാണിച്ച് ഭയപ്പെടുത്തി നമുക്ക് നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവരും പിടിച്ച് പൊട്ടൻഷ്യൽ അക്രമികളായ എല്ലാവരും പിടിച്ച് അകത്തിടാനും പറ്റില്ല. പക്ഷേ സിസ്റ്റം കൊണ്ടുവരേണ്ട മുൻകരുതൽ മെഷേഴ്സ് ഉണ്ട്. അത് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ, ഈ ടീച്ചിങ് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം, നിർഭാഗ്യകരമായ സംഭവം സംഭവിച്ച ശേഷം എങ്ങനെയാണ് സിസ്റ്റം അതിനോട് റെസ്പോണ്ട് ചെയ്തത്? വളരെ ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും ഈ പറയുന്ന 2012 നിയമ ഭേദഗതി ബംഗാളിലും ബാധകമാണ്, ഇന്ത്യൻ പീനൽ കോഡിലും വരുത്തിയ മാറ്റമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ആദ്യമേ അതിന് റേപ്പ് കേസായിട്ടോ പോലും അത് FIR ഇടുന്നില്ല?
ആ കാര്യത്തിൽ വളരെ കാര്യമായിട്ടുള്ള സത്യത്തിൽ അതൊരു ഒരു ഈ സാധാരണ പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്ന വീഴ്ചയല്ല, മറിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സ്ഥാപനത്തിന്, ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, അവരുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ചിലരെയൊക്കെ സംരക്ഷിക്കാനുള്ള തത്രപ്പാട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സംശയവുമില്ല. അപ്പോൾ അത്തരം ഫോഴ്സസ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ചിലരെയൊക്കെ സംരക്ഷിക്കാനുള്ള ചില താല്പര്യങ്ങളോ ചില പേരുകളോ ഒക്കെ സംരക്ഷിക്കാനുള്ള ചില ഫോഴ്സസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഫോഴ്സസിനെ നമുക്ക് നിയമം കൊണ്ട് മാത്രം നേരിടാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അക്കാര്യത്തിൽ പ്രഷറും റെസിസ്റ്റൻസും ഉണ്ടായി വന്നേ പറ്റുള്ളൂ. അപ്പോൾ നിയമങ്ങളുടെ അപര്യാപ്തത മാത്രമല്ല കൊൽക്കട്ടയിൽ ഉണ്ടായ പ്രശ്നം, അത് കൊൽക്കട്ടയിൽ ഉണ്ടാകുന്ന കൊൽക്കട്ടയിൽ ഉണ്ടായത് ഒരു സിസ്റ്റമിക് പ്രശ്നമാണ്. അതിന്റെ പരിഹാരം പൊളിറ്റിക്കലായി കൂടി ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് ഞാൻ. തീർച്ചയായും ഡോക്ടർ അഞ്ജലി കൃഷ്ണ, രാജ്യവ്യാപകമായി നിങ്ങൾ